ഹായ്, വെൽക്കം ബാക്ക്. ഇതൊരു ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ നൂൽപുട്ടും തേങ്ങ ചട്നിയും തേങ്ങ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വേണം ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോകാൻ. ഈ ഒരു തിരക്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, എനിക്കൊരു പുതിയ പാത്രം കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. പാത്രം വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന്. വാങ്ങിച്ചിട്ട് വന്നത് മുതൽ ശ്രമിച്ചെങ്കിലും ഈ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാൻ മാത്രം സാധിച്ചിട്ടില്ലതാനും. ഇവിടെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. അതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് കഴിക്കാനൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് വന്നാലും നമ്മൾ വാങ്ങിച്ച പുതിയ പാത്രത്തിൽ നിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. പുതിയ പാത്രത്തില് ആദ്യം നെയ്ച്ചോറാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പാത്രം വാങ്ങിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചതായിരുന്നു. ഇതിനു മുൻപ് പലതവണ പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും നടന്നില്ലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ പാത്രം. പുതിയതായതുകൊണ്ട് മാത്രം പാത്രം 3-4 തവണ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുന്നത്. പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഇന്നിതിപ്പോൾ 1 കിലോ ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കുറച്ച് കൂടുതൽ അരി വേണമെങ്കിലും കുക്ക് ചെയ്യാം കേട്ടോ. അതായത് നെയ്ച്ചോറ് ആയതുകൊണ്ട് തന്നെ 1.5 കിലോ അരിയൊക്കെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ദിവസം ഞാൻ ഈ ഒരു പാത്രത്തിൽ 1 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയപ്പോഴും കറക്റ്റായിട്ട് എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ക്ലീൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. ബിരിയാണിയും നെയ്ച്ചോറും ഗ്രേവിയും പായസവും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാത്രമാണ്. എനിക്ക് നന്നായിട്ട് ഈ പാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറി ഫൈനൽ സ്റ്റേജിലാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും മട്ടനും വെന്ത് വന്നപ്പോൾ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മട്ടൻ കറിയും റെഡിയായി. ചിക്കനും കൂടെ ഞാൻ പൊരിച്ചെടുത്തതിന് ശേഷമാണ് വിളമ്പുന്നത്. നല്ല ചൂടുള്ള നെയ്ച്ചോറും മട്ടൻ കറിയും ചിക്കൻ 65യും പുഴുങ്ങിയ മുട്ടയും സാലഡും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങ മിഠായും കൂടിയാണ് വിളമ്പിയിട്ടുള്ളത്. ചൂടോടുകൂടെ കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.